ഹലോ, നമുക്കിന്ന് താളി പറിക്കാൻ പോയാലോ? താളി പറിക്കാനായിട്ട് ഞാൻ പോണത് ദേവുൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ ദേവു രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 9 മണി. യെസ്, അപ്പോൾ 9 മണിയൊക്കെ ആയപ്പോൾ ദേവു അപ്പുറത്തോട്ട് വന്നിട്ട് പറഞ്ഞു, ശ്രേയ നമുക്ക് ചെമ്പരത്തി പറിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളതാ പോയിക്കൊണ്ടിരിക്കണേണ്. അപ്പോൾ പോകുമ്പോൾ വേറൊരു വീട്ടിൽ നിന്നാണ് കേട്ടോ പറിക്കണത്. വേറൊരു വീട്ടിൽ പറിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ താളിയില്ലല്ലോ. താളിയെന്ന് വെച്ചാൽ ചെമ്പരത്തി ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ വീട്ടിൽ നിന്നാണ് പറിക്കുന്നത്. ഈ ബ്ലൂ ഷീറ്റ് ഇട്ട് മറിച്ച് വെച്ചേക്കണം വീട്ടിൽ നിന്നാണ് പറിക്കുന്നത്. അവിടുത്തെ ഫ്രണ്ടിലത്തെ വ്യൂ ആണ് കേട്ടോ. കൊള്ളാമല്ലേ? അപ്പോൾ ഞങ്ങൾ പെർമിഷനൊക്കെ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് പറിക്കണമെങ്കിൽ ഫുള്ള് പറിച്ചോളണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും കയറി ചെല്ലണേണേ. അപ്പോൾ അവിടെ നിറച്ച് വെള്ളമില്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ വെള്ളമുണ്ട്. കയറി ഇപ്പോൾ കൊണ്ടിരിക്കണേ. ഞാൻ തിരിച്ച് വരാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് തിന്നാൻ പോയി. ഒരു പാടിന് ഞാൻ അപ്പുറത്തോട്ടേക്കൊക്കെ കടന്ന് ചെന്ന് അപ്പോൾ അങ്ങോട്ട് ചെന്നുകൊണ്ടിരിക്കണുണ്ട്. ഞാൻ ദേവു പറഞ്ഞ് ഞാൻ നടക്കണ്ടെടുക്കണേ. അതാണ് അടുത്ത ദിവസം ഒന്നും ശരിയായില്ലെന്ന് എനിക്കറിയാം. എന്നാലും അപ്പോൾ ദേവു വന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ പറിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. ഞാനപ്പോൾ ആ ക്യാമറ ഒന്ന് അവിടെ സ്റ്റാൻഡ് ചെയ്തിട്ട് കയറാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ പറിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഞങ്ങൾ ദേവിന് കയ്യെത്തതൊക്കെ എൻ്റെ അടുത്തോട്ട് തന്നെ ശ്രേയ പറിച്ചു, ശ്രേയ അത് പറിക്കുക അങ്ങനെ ഇതാക്കിയിട്ട് മേൽ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവളും പറിക്കാനുണ്ട്. താഴെ എൻ്റെ അടുത്ത് എടുക്കണ്ടെന്ന് പറഞ്ഞു. എൻ്റെ നിന്ന് താഴെ പോയി തരട്ടെ. അപ്പോൾ ഞങ്ങൾ അതോടെ തുറന്ന് നടക്കണേ. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന വഴിക്ക് ഞാനും പറഞ്ഞു, എൻ്റെ വീഡിയോ എടുക്കും ഞാൻ പക്ഷേ ബാക്കി നടക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. അവളെ ഫ്രണ്ടിൽ നിന്നായി പോയി. ഞാനിപ്പോൾ കുഴപ്പമില്ല, ലാസ്റ്റ് ചെയ്യാൻ പോകണേണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ദേവു അപ്പോഴേക്കും ചെമ്പരത്തിയൊക്കെ തലയിൽ വെച്ചിട്ടാണ് കേട്ടോ പോണത്. കണ്ടാൽ തന്നെ മനസ്സിലാവും. അവൾക്ക് ലാസ്റ്റ് അവിടെ വീട്ടിലെത്താൻ പറഞ്ഞ് 2 വെക്കണ്ട അവൾക്ക് 1 വെച്ചാൽ മതി എന്നും പറഞ്ഞ് അതും കൊണ്ട് നടക്കണേ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിട്ടോ.